ശ്രീ പി ചിത്രരഞ്ജൻ എം എൽ എ ഇവിടെ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, ഇത് മുഖ്യമന്ത്രിയുടേതാണ് എന്ന് ആവർത്തിച്ച് ഊന്നി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ മുൻ ആരോഗ്യമന്ത്രി പറയുന്നത് അപ്പോൾ പറയുന്നതും ഇപ്പോൾ പറയുന്നതും എപ്പോൾ പറയുന്നതും സഭയിൽ പറഞ്ഞതും ഒക്കെ ആ സമയത്ത് അർജൻസി ഉണ്ടായി എന്നുള്ളതാണ്. കളവാണത്. ആ സമയത്ത് അർജൻസി ഉണ്ടായെങ്കിൽ ഈ പറയുന്നത് 550 രൂപയ്ക്ക് 25,000 കിറ്റ് തരാൻ തയ്യാറായ കമ്പനി അവിടെ ഉണ്ടായിരുന്നു. ആ കത്ത് സർക്കാരിൻ്റെ പക്കലുണ്ടായിരുന്നു. ആ കത്ത് സർക്കാർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അവരോട് 10,000 പറഞ്ഞിട്ട് അതിൻ്റെ നേരെ ഇരട്ടി 1,500 രൂപ വിലയ്ക്ക് അപ്പുറത്ത് സാൻ ഫാർമയ്ക്ക് അങ്ങോട്ട് മെയിലയച്ചു എന്നാണ് ആരോപണം. അപ്പോൾ ഈ അർജൻസി എന്ന വാദം നിൽക്കുമോ ശ്രീ പി ചിത്രരഞ്ജൻ? അല്ല, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മുഖ്യമന്ത്രിയിലേക്കാണല്ലോ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ മുഖ്യമന്ത്രിയിലാണ് ഊന്നൽ കൊടുക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നത്. എന്താണ് ടീച്ചർ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിയായ ഞാനും ചീഫ് സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചേർന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളതെന്നാണ്. അല്ലാതെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ട് ഞാൻ നടപ്പിലാക്കിയെന്നല്ലല്ലോ ടീച്ചർ പറഞ്ഞത്. ഞങ്ങൾ ആ സമയത്ത് വളരെ കൃത്യമായി, എന്താണ് എൻ്റെ പ്രത്യേകത, അന്നൊരു എമർജൻസി പർച്ചേസ് കമ്മിറ്റിയെ തന്നെ ഗവൺമെൻറ് ഫോം ചെയ്തു. അടിയന്തര സാഹചര്യമാണ്. നമ്മൾ ഇന്ന് കുത്തിയിരുന്ന് ഞാനും ആഷ്മിക്കും മറ്റു ബഹുമാനപ്പെട്ട ആൾക്കാർക്കും ഒക്കെ ഇന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകാൻ ഇടയായതൊരു വലിയ ഇടപെടലിൻ്റെ ഫലമായിട്ടല്ലേ. അതിനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഒരു ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എഴുത്തി കാണിക്കാവോ? എന്തായിരുന്നു കോവിഡ് ദുരന്തകാലത്തെ നമ്മുടെ ഒരു അവസ്ഥ? അന്നത്തെ ഒരു അടിയന്തരമായ സാഹചര്യത്തിലെ അടിയന്തരമായ ഇടപെടലിലൂടെ ആണല്ലോ നമ്മുടെ ഗവൺമെൻറ്, നമ്മളെല്ലാം കൂടെ ചേർന്ന്, ഗവൺമെൻറ് മാത്രം പറയുന്നില്ല, ഈ നാട് ഒന്നാകെ നിന്ന് നമ്മളതിനെ നേരിട്ടത്. ഇവിടെ എന്താണ് ആഷ്മി യഥാർത്ഥത്തിലുള്ള വസ്തുത? ഇവിടെ ഈ കമ്പനിക്ക് യഥാർത്ഥത്തിൽ ഓർഡർ കൊടുത്തത് 30/3/2020. ഏതാണ് ഈ കമ്പനി? എല്ലാ കമ്പനിക്ക് കൊടുക്കാനൊക്കെ ഇല്ലല്ലോ. യൂറോപ്പ് ലോകോത്തരത്തിൽ തന്നെയുള്ള CE സർട്ടിഫിക്കറ്റുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ്, ഈ കേന്ദ്ര സ്ഥാപനങ്ങൾ 10 വർഷത്തിലധികമായി അവരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഈ പറഞ്ഞിട്ടുള്ള സാൻ ഫാർമ. അങ്ങനെയുള്ള കമ്പനിക്ക് 50,000 അവരുടെ സാധനങ്ങൾ ഏജൻസി എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് അത് ഞാൻ പറഞ്ഞോട്ടെ, അത്രയും അതിനൊക്കെ 50,000-ത്തിനാണെന്ന് ഓർഡർ കൊടുക്കുന്നത്. എന്നാൽ അതിനുശേഷം പ്രാദേശികമായി തന്നെ തദ്ദേശീയമായ നിരവധി സ്ഥാപനങ്ങൾ ഈ PP കിറ്റുകൾ GST ചാർജ് അടക്കം ചേർത്തുകൊണ്ട് 871 രൂപ 50 പൈസയ്ക്ക് നൽകുന്നതിന് വേണ്ടി പല കമ്പനികളും മുൻപോട്ട് വന്നു. ആ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ നിലവിൽ കൊടുത്തുകൊണ്ടിരുന്ന 50,000-ൽ നിന്ന് 35,000 ആ കിറ്റ് PP കിറ്റ് വാങ്ങുന്നതിനുള്ള ഓർഡർ ക്യാൻസൽ ചെയ്തു ഗവൺമെന്റ്. ഇവിടെ പ്രശ്നം അതല്ല, കുറഞ്ഞ വിലക്ക് PP കിറ്റ് കിട്ടുന്നു എന്ന് ഉറപ്പാണ്. അത് കഴിഞ്ഞുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഈ പറയുന്ന സാൻ ഫാർമ എന്ന് പറയുന്ന ഊരും പേരും അറിയാത്തൊരു കമ്പനിയിലേക്ക് അങ്ങോട്ട് ഓർഡർ പോകുന്നതിന് മുമ്പ് ഈ 550 രൂപ നിരക്കിൽ ഈ 25,000 എണ്ണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിയുടെ കത്താണ് പ്രതിപക്ഷത പുറത്തുവിട്ടത്. CAG പറയുമ്പോഴും രാഷ്ട്രീയ ഉള്ളപ്പോഴത്തേക്ക് ആരോപണം നിൽക്കുകയാണല്ലോ. മനുഷ്യന്റെ ജീവനിട്ട് അല്ലല്ല. 550 രൂപയ്ക്ക് 25,000 കിറ്റ് തരാം എന്നൊരു കമ്പനി പറയുന്നു. അവരോട് 10,000 തരാൻ പറയുന്നു. ഈ പറഞ്ഞ അർജൻസി ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ട എന്താണ്? ആ 25,000 ഞങ്ങൾക്ക് ഇതാ എന്നല്ലേ പറയേണ്ടത്? സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ പറയുന്നതിന് മുമ്പ് ചാടിക്കയറി നിങ്ങൾ ഇപ്പോൾ 2 ദിവസത്തേക്ക് 48 മണിക്കൂർക്ക് നിങ്ങൾക്ക് ഇതൊരു അജണ്ട ആയിരിക്കാം. നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോട് സംസാരിക്കൂ. ഞാൻ പറഞ്ഞത് എന്താണ്? 50,000 വാങ്ങാൻ നിശ്ചയിച്ച കമ്പനിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആരുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ CE സർട്ടിഫിക്കറ്റുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്ന കമ്പനിക്ക് കൊടുത്തിരുന്ന ഓർഡർ നമ്മുടെ നാട്ടിൽ അതിനുശേഷം ഇവിടെ 10 രൂപയ്ക്ക് വരെ കിട്ടുന്ന സ്ഥിതി വന്നല്ലോ മാസ്കുകൾ. അതിനു മുമ്പ് ഞാനും നിങ്ങളും ഒക്കെ, ഞാൻ 2 കോവിഡ് വന്ന് നേരിട്ടവനാണ്. എത്ര രൂപയ്ക്കാണ് ആദ്യം വാങ്ങിയെന്നുള്ളതും രണ്ടാമത് വാങ്ങിയെന്നുള്ളതും ഒക്കെ നമുക്കറിയുന്നവരാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടമെന്ന് പറഞ്ഞാൽ ഇതൊന്നും അന്വേഷിച്ച് നടക്കാനുള്ള ഘട്ടമല്ലല്ലോ. അല്ല, ഈ ഘട്ടം നമുക്കറിയാലോ, നമ്മുടെ കയ്യിൽ കത്തുണ്ട് സാറേ. നിങ്ങൾ അവിടുന്ന് വാങ്ങാറുന്നല്ലോ. എന്റെ ചോദ്യം അതല്ല, താങ്കൾ മനസ്സിലാവാത്തതല്ല. ഈ പറയുന്ന കമ്പനിയിൽ നമ്മൾ 10,000 ഓർഡർ ചെയ്തു. ഈ പറയപ്പെടുന്ന 550 രൂപയ്ക്ക് ഒരു PP കിറ്റ് തരാം എന്ന് പറയുന്ന ഈ പറഞ്ഞ അനിത ടെക്സ്കോട്ട് എന്ന് പറയുന്ന കമ്പനി നമ്മളോട് പറയണം 25,000
കിറ്റ് തരാൻ ഞങ്ങൾ തയ്യാറാണ്. അവരോട് നമ്മൾ 10,000 ഓർഡർ ചെയ്യാണ് ആ ദിവസം, ദ വെരി സെയിം ഡേ അവരോട് 10,000 കിറ്റ് നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ ആ സമയത്ത് അർജൻസി ആയിരുന്നു പ്രശ്നമെങ്കിൽ, ഈ PPE കിറ്റ് കിട്ടുന്നതിന് ലഭ്യത കുറവായിരുന്നു പ്രശ്നമെങ്കിൽ, അവരോട് നമുക്ക് 25,000 വാങ്ങാമായിരുന്നില്ല 550 രൂപയ്ക്ക്. എന്തുകൊണ്ട് അതുണ്ടായില്ല? സുഹൃത്തെ, ഞാനത് നിങ്ങൾ ദയവ് ചെയ്ത് ശാന്തമായി ഒന്ന് കേൾക്കാനൊരു എടുത്തു ചാടാതെ ഞങ്ങളൊന്ന് പറഞ്ഞിട്ട് വേണം, എത്ര നേരവും ഞാൻ ഇരുന്ന് തരാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഈ കിറ്റ് വാങ്ങാൻ നിശ്ചയിച്ച ഈ സാധനം ആരുടേതാണ്? ഈ സാൻ ഫാർമ എന്ന് പറയുന്ന അവർ ഏജൻസി നൽകുന്ന ആരുടെ സ്ഥാപനം, ആരുടെ ഉൽപ്പന്നം? ആ ഉൽപ്പന്നത്തിന് 50,000-ത്തിനാണ് ഓർഡർ കൊടുക്കുന്നത്. ആ 50,000-ത്തിന് ഓർഡർ കൊടുത്തിട്ട് അതിൽ കുറച്ച് വിലക്ക് കിട്ടാൻ പോകുന്നെന്ന് കണ്ടപ്പോൾ 35,000 ക്യാൻസൽ ചെയ്തല്ലോ. ഇവിടെ CAG റിപ്പോർട്ടിനകത്ത് മൊത്തം എണ്ണത്തിൻ്റെ വില കണക്കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 15,000 കിറ്റ് മാത്രമല്ല ഇത് വാങ്ങിയിട്ടുള്ളത്. ഗവൺമെൻറ്റിന് വേറെ ഏതെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ 50,000-ത്തിന് ഓർഡർ കൊടുത്തതല്ലേ? ആ 50,000 വാങ്ങാമല്ലോ. 35,000 വേണ്ടെന്ന് എന്തിനാ ക്യാൻസൽ ചെയ്തത്? വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ 10,000 നിർത്തുന്നത്? നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തോടെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തെ കാണാതെ ഞാനും നിങ്ങളും ഇന്ന് പൂർണ്ണ ആരോഗ്യവാന്മാരായി ഇരുന്നു കൊണ്ട് നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ എന്റെ ചോദ്യത്തിലേക്ക് താങ്കൾ വരുന്നതേ ഇല്ല. താങ്കൾക്കത് മനസ്സിലാവുന്നതാണ്. അത് കാരണം എന്റെ ചോദ്യം ഒരിക്കൽ കൂടി പറയുകയാണ്. 25,000 ഈ പറയുന്ന ഇല്ല 550 രൂപയ്ക്ക് സാർ, എന്താണ് വല്ലാത്ത, ഞാൻ എല്ലാം അംഗീകരിക്കുന്നു എന്നോ, മനുഷ്യൻ വല്ലാത്ത സങ്കടപ്പെട്ട വല്ലാത്തൊരു സാഹചര്യം, PPE കിറ്റുകൾ കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യം ഒക്കെ ഒരു വല്ലാത്ത സാഹചര്യം, തർക്കമാക്കാരത്തില്ല. സ്ഥാപനത്തിൽ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 10,000 ഓർഡർ ചെയ്തു. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ 10,000 ഓർഡർ ചെയ്തു അവിടെ. അല്ല, 10,000 നമ്മൾ ഓർഡർ ചെയ്തു. ആ PP ചിത്തരഞ്ജൻ 500, അപ്പൊ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു സാഹചര്യമല്ലേ? അപ്പൊ ആ കമ്പനി 25,000 തരാന്ന് പറയുന്നുണ്ട്. നമ്മളവിടെ 10,000 ഓർഡർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് തൊട്ട് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം 30-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ സാൻ ഫാർമയിലേക്ക് അങ്ങോട്ട് കത്തയക്കുക. അതെന്തിനാ? എന്റെ PP ചിത്തരഞ്ജൻ 550 രൂപയ്ക്ക് 25,000 PP കിറ്റുകൾ ഞങ്ങൾ തരാം എന്ന് പറയുന്ന ഒരു കമ്പനി, അനിത, എന്താണ് അതിന്റെ പേര്, അനിത ടെക്സിക്കോട്ട് എന്ന് പറയുന്ന കമ്പനി. ആ കത്ത് സർക്കാരിന്റെ പക്കലുണ്ട്. നമ്മൾ 10,000 കിറ്റുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. അതിൽ 5,000 കിറ്റ് മാത്രം വാങ്ങുന്നു. അതിനുശേഷം 1,550 രൂപയ്ക്ക് അങ്ങോട്ട് സാൻ ഫാർമയിലേക്ക് നമ്മൾ ഓർഡർ കൊടുക്കുന്നു. എന്തിനാണത്? സാൻ ഫാർമയുടെ എക്സ്പീരിയൻസ് എന്താണ്? സാൻ ഫാർമ എന്ന് പറഞ്ഞ സ്ഥാപനം ഏതാണ്? നേരത്തെ നിങ്ങൾ പറഞ്ഞ സ്ഥാപനം പോലെ അല്ല. അന്ന് ഉള്ള സ്ഥലത്തൊന്ന് വാങ്ങി. അന്ന് വിലയല്ലല്ലോ പ്രശ്നം. ഗുണനിലവാരമുള്ള നല്ല ഇത് നൽകിയിട്ടുള്ള പരിചയമുള്ള നല്ല കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ കാര്യമില്ല. ഞാൻ ചോദിച്ച ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് 50,000-ത്തിന്റെ ഓർഡർ കൊടുത്തിട്ട് 15,000 കഴിച്ച് 35,000 ക്യാൻസൽ ചെയ്തത്? ഗവൺമെന്റിന് വേറെ ഏതെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ 50,000 വാങ്ങിച്ചാൽ പോരെ? അല്ലാതെ ചോദ്യമാണ്. അല്ല, അത് അവരോട് ചോദിക്കാം. അതെനിക്ക് മറുപടി ഞാൻ അവരോട് ചോദിക്കാം. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? ഈ പറയുന്ന അനിത ടെക്സിക്കോട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മൾ 10,000 ഓർഡർ കൊടുത്ത ഇതിന്റെ PP കിറ്റ് ഗുണനിലവാരം മോശമാണ് എന്ന് സർക്കാർ കണ്ടെത്തിയത് എങ്ങനെയാണ്? ആ കമ്പനി അതല്ല ഞങ്ങൾ പറഞ്ഞത്. അത് ഇതിലൊരു കമ്മിറ്റി ഉണ്ടല്ലോ. ആ കമ്മിറ്റി ഇത് പരിശോധിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി പരിശോധിച്ചിട്ട് ആ യൂണിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ, അന്ന് നമുക്ക് വലിയ നിലവാരം മാത്രം നോക്കാൻ ഒക്കില്ല. എന്നാൽ നല്ല നിലവാരത്തിലുള്ള സാധനങ്ങൾ, അതിന് തന്നെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് അടക്കമുള്ള സ്ഥാപനങ്ങൾ അതുണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി, ഞാൻ പറഞ്ഞില്ലേ, അടിയന്തര സാഹചര്യത്തിൽ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു പർച്ചേസ് കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ആരൊക്കെ? ചീഫ് സെക്രട്ടറിയും മറ്റു സെക്രട്ടറിമാരും എല്ലാം അടങ്ങുന്ന ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് ഇത് വാങ്ങി അതിന് തന്നെ 50,000-ത്തിനാണ് ഓർഡർ കൊടുത്തത്. കുറച്ച് സാധനം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ക്യാൻസൽ ചെയ്ത് 35,000 ക്യാൻസൽ ചെയ്തില്ലേ? ശരി, അത് മറുപടി 50,000 വാങ്ങാമല്ലോ. അഴിമതിയായിരുന്നു, ക്ഷമയിൽ മൊത്തം വാങ്ങാമായിരുന്നു. പക്ഷേ നമ്മൾ വാങ്ങിയ മൊത്തം 25 ചില്ലറ കോടിയിൽ 10.2 കോടി രൂപ എന്താണ് അധിക തുക? നേരെ 50%, നേരെ 50% അധിക തുകയാണെന്നാണ് CAG പറഞ്ഞത്. നമ്മൾ ഇത് CAG പറഞ്ഞാട്ടോ പറയുന്നത്. നിങ്ങൾ CAG വിട്ടിരിക്കുന്നത് എത്രയിലാണെന്ന് അറിയാവോ? ഇതിന്റെ കാശ് മൊത്തം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഈ കിറ്റിന് ഈ വില വെച്ചാണ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ